ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിനെ കുറിച്ചാണ്. സീക്വൻസ് ആൻഡ് സീരീസിന് വന്നിട്ടുള്ള കീം ക്വസ്റ്റ്യൻസും അതിനൊപ്പം തന്നെ JEE മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. JEE മെയിൻ ഇനി വളരെ അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനും ഫോക്കസ് ചെയ്യണം. നമുക്ക് എഴുതുന്ന എല്ലാ എക്സാംസും നമുക്ക് വേണം. ആ ഒരു മൈൻഡ് സെറ്റോടെ വേണം നമ്മൾ എപ്പോഴും ഏതൊരു സാഹചര്യത്തിനെയും നേരിടാൻ. ഓക്കെ, ഇപ്പൊ എവിടെ ചെന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നിൽക്കാതെ നമ്മൾ മാക്സിമം എഫേർട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഒക്കെ തനിയെ വരും. ട്രൂ എഫേർട്സ് ഡസ് നോട്ട് റിക്വയർ എ റിസൾട്ട്. എഴുതി വെച്ചോ, കോട്ട് ബൈ അഭിരാമാനന്ദ സ്വാമികൾ. ഓക്കെ, അപ്പോൾ ഇനി സമയം കളയുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2020 ഗെയിമിന് വന്നൊരു ചോദ്യമാണ്. The value of summation of k equal to 1 to 10 3k square plus 2k minus 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സിമ്പിൾ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഫോർമുല അറിയാത്തവർക്ക് നോട്ട് ചെയ്യാം. സമ്മേഷൻ ഓഫ് r ഈക്വൽ ടു 1 to n r എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 വരും. ഇനി സമ്മേഷൻ ഓഫ് r ഈക്വൽ ടു 1 to n r സ്ക്വയർ ആണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്ന് വരും. അടുത്ത ഒന്നുകൂടെ പിടിച്ചോ. സമ്മേഷൻ ഓഫ് r ഈക്വൽ ടു 1 to n r ക്യൂബ് എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ആദ്യത്തേത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2, r ക്യൂബ് വന്നാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പൊ 3k സ്ക്വയർ എന്നുള്ളതിനെ 3 വെളിയിൽ ഇട്ടിട്ട് സമ്മേഷൻ ഓഫ് k സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. 3 സമ്മേഷൻ ഓഫ് 3k സ്ക്വയർ ഈക്വൽ ടു 3 സമ്മേഷൻ ഓഫ് k സ്ക്വയർ. ഇതെന്ത് വരും? 3 ഇൻറ്റു എവിടെ തൊട്ട് എവിടെ വരാടെ 1 to 10 അല്ലേ? 1 to 10 10 ഇൻറ്റു 10 പ്ലസ് 1 11 ഇൻറ്റു 2n പ്ലസ് 1, അതായത് 2 ഇൻറ്റു 10 പ്ലസ് 1 21 ബൈ 6 എന്ന് വരും ആദ്യത്തേത്. പ്ലസ് സമ്മേഷൻ ഓഫ് 2 സമ്മേഷൻ ഓഫ് k. അപ്പൊ 2 ഇങ്ങ് എടുക്കുക. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 10 ഇൻറ്റു 10 പ്ലസ് 1 11 ബൈ 2 മൈനസ് 1ന്റെ സമ്മേഷൻ 10 പ്രാവശ്യം 1 ഇങ്ങനെ കുറച്ച് വരും. അപ്പൊ മൈനസ് 10 വരും. ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുക. ആൻസർ ഓപ്ഷൻ ഇ 1255 എന്ന് കിട്ടും. സിമ്പിൾ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ. കൂൾ. അടുത്തത് the numbers a1 a2 a3 forms an arithmetic sequence with a1 not equal to a2. The three numbers a1 a2 a6 form a geometric sequence in that order. Then the common difference of arithmetic sequence എത്ര എന്നാണ് ചോദ്യം. a1 a2 a3 അങ്ങനെ ഒരു AP നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് തന്നെ a1 a2 a6 GPയിലാണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം GPയിലുള്ള 3, ഇപ്പൊ എ ബി സി GPയിലാണെങ്കിൽ ബി എന്ന് പറയുന്നതിനെ AR എന്ന് വിളിക്കാം, സി എന്ന് പറയുന്നതിനെ AR സ്ക്വയർ എന്ന് വിളിക്കാം, AC ഈക്വൽ ടു ബി സ്ക്വയർ എന്നൊരു റിലേഷൻ ഉണ്ട്. സെയിം സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ a1 a6 ഈക്വൽ ടു a2 സ്ക്വയർ എന്ന് വരും. ഇനി a2 എന്ന് വെച്ചാൽ എന്താണ്? a1 പ്ലസ് d അല്ലേ? ഇതൊരുമാതിരി അരിത്തമെറ്റിക് സീക്വൻസിലല്ലേ. a6 എന്താണ്? a1 പ്ലസ് 5d അല്ലേ? അപ്പൊ ഇതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്താൽ a1 ഇൻറ്റു a1 പ്ലസ് 5d, അതായത് a1 സ്ക്വയർ പ്ലസ് 5a1d ഈക്വൽ ടു a2 സ്ക്വയർ, അതായത് a1 സ്ക്വയർ പ്ലസ് d സ്ക്വയർ പ്ലസ് 2a1d. ഇത് മാറുമ്പോൾ എന്തൊരു a1 സ്ക്വയർ ക്യാൻസൽ, 3a1d ഈക്വൽ ടു d സ്ക്വയർ, ഫൈനലി d ഈക്വൽ ടു 3a1. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കൂൾ. അടുത്ത ചോദ്യം. In an arithmetic sequence, sum of first and third terms is 6 and the sum of second and fourth term is 20. Then the 11th term is
ഇടയ്ക്കിടയ്ക്ക് പേന മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പേനയ്ക്ക് റെസ്റ്റ് കിട്ടൂല. സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം ഈസ് 6. ഓക്കെ, a plus 2d equal to 6. Okay. Sum of second and fourth term is 20. അതായത് a plus d plus a plus 3d equals 20. ഇതെന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഒന്ന് മാറ്റി എഴുതിയാൽ a plus d equal to 3 എന്ന് വരും. അടുത്തത് 2a plus 4d equal to 20, a plus 2d equal to 10. രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ d equal to 7 അല്ലേ? d equal to 7. അപ്പോൾ a equal to -4 എന്ന് വരും. കൂൾ. നമുക്ക് വേണ്ട എന്താണ്? 11th ടേം. nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? a plus n minus 1d. അപ്പോൾ a plus 10d, നോട്ട് 10d. അപ്പോൾ -4 plus 70, ആൻസർ 66 എന്ന് വരും. കൂൾ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബേസിക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോർമുലാസ്. അടുത്ത ചോദ്യം. In an AP, first term is 3, last term is 17. Sum of all the terms is 70. Number of terms in the arithmetic sequence. Sum of terms എന്താണ്? S is equal to n/2 into first term plus last term, a plus l. ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ് കേട്ടോ. അപ്പൊ സം എത്രയെന്ന് തന്നിട്ടുണ്ട്? 70 equal to n/2 into ഫസ്റ്റ് ടേം എത്ര? 3, ലാസ്റ്റ് ടേം 17, 20. അപ്പൊ n equal to 7. സിമ്പിൾ. ഓക്കെ, ആ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. Consider the set of all positive rational numbers less than 1 and have denominator as 30 in their lowest terms. Their sum is equal to. ഈ പേപ്പറിൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംഗതി എന്താന്ന് ചോദിച്ചാൽ 1ന് താഴെ ആയിരിക്കണം ആ ഡിജിറ്റ്സ് എല്ലാം, അതിന്റെ ഡിനോമിനേറ്റർ 30 ആയിരിക്കണം, പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റരുത്. അങ്ങനെയുള്ള ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1/30 ആണ്. അടുത്ത നമ്പർ 2/30 ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷെ 2/30 നമുക്ക് റെഡ്യൂസ് ചെയ്ത് 1/15 എന്നാക്കാം, അതുകൊണ്ട് അവനല്ല. പിന്നെ 3/30 നോക്കിക്കഴിഞ്ഞാൽ അത് 1/10 ആവും. 4/30 പറ്റത്തില്ല, 5/30 പറ്റത്തില്ല, 6/30 പറ്റത്തില്ല. പിന്നെ വരുന്നത് 7/30 ആണ്. 30ക്ക് കോ പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ വരൂ. പിന്നെ വരുന്ന ആരാ? 8 വരത്തില്ല, 9 വരത്തില്ല, 10 വരത്തില്ല, 11 പറ്റും, 11/30. പിന്നെ വരുന്ന ആരാ? 13. പിന്നെ ആരാ? 15 വരത്തില്ല, 16 വരത്തില്ല, 17 പറ്റും, 17. പിന്നെ എത്ര? 19. പിന്നെ ആരാ? 20, 21, 22, 23. പിന്നെ ആര് വരും? 27 വരത്തില്ല, 29 വരും. ബൈ 30. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തെടുത്ത് ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ ആൻസർ ആയി. 8, 8 - 19, 19, 13, 29, 32, 32, 17, 49, 49, 49, 69, 68, 68, 23, 78, 88, 91, 100. ഓക്കെ, 120/30. 120/30 ആൻസർ 4 വരും. ഓക്കെ, സൂപ്പർ. അപ്പോ അഡീഷൻ തെറ്റിക്കാതെ ചെയ്യാം, ഞാൻ ചെയ്ത പോലെ തെറ്റിക്കാതെ. അടുത്ത ചോദ്യം. ഇഫ് P, Q and 23 is an increasing arithmetic sequence and P and Q are prime, then P plus Q equal to. അപ്പൊ 23 Q P ഇവരൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറയുന്നത്. P യും Q യും പ്രൈം ആണ്. then P plus Q എത്ര? ഈ 23ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? 2, 3, 5, 7, 11, 13, 17, 19. ഇത്രയേ ഉള്ളൂ. Q 17 വരെയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ Q ഉം 23 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 6. ഓക്കെ, ഇനി 17 ന് 6 കുറച്ചാൽ 11, അതും പ്രൈം ആണ്. അപ്പൊ അതിനർത്ഥം P11 Q17 കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ആവും എന്നാണ്. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മാത്രമേ ഇതിന് വർക്ക് ചെയ്യൂ. Q ആദ്യം 19 കൊടുത്തു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും 4 ഡിഫറൻസ് വരണം. അപ്പൊ P 15 എന്ന് വരും. പക്ഷെ 15 പ്രൈം അല്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ 17 കൊടുത്തു നോക്കും.
അങ്ങനെ അപ്പൊ P11 ഉം Q17 വരും. എന്താ വേണ്ടത്? P plus Q 11 plus 17. ആൻസർ 28. കൂൾ. അടുത്ത ചോദ്യം. The fifth and seventh term of a GP are 12 and 48 respectively. Ninth term is GP യുടെ nth term എങ്ങനാ? A r power n minus 1 അല്ലേ? A n എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 12 ഫിഫ്ത് ടേം 12 ആണ്. അതായത് A r power 4 equal to 12. പിന്നെന്താ? സെവൻത് ടേം 48. A r power 6 equal to 48. ഇതിന്ന് ഇത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ r square equal to 4, r equal to 2. സൂപ്പർ. പിന്നെന്താ? നയൻത് ടേം ആണ് വേണ്ടത്. അപ്പൊ ഇതിന്ന് A കണ്ടുപിടിച്ചൂടെ? A equal to 12 divided by 2 2 2 2 for 16. ഓക്കെ, ഇത് വരും 12 by 16. 4 വെച്ച് ചെയ്താൽ 3 by 4. A 3 by 4 എന്ന് വരും. നമുക്ക് വേണ്ടത് നയൻത് ടേം, അതായത് 3 by 4 into r power 8, 2 power 8. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടുന്ന ആൻസർ. 2 power 8 എന്ന് പറയുമ്പോൾ 2 power 2 square into 2 power 6 വെട്ടിപ്പോ. 2 power 6 എന്ന് പറയുമ്പോൾ എത്രയായി? 2 2 4 16 32 128 into 3 64 into 3 സോറി 64 into 3 192 എന്ന് വരും. മണ്ടത്തരങ്ങള് രാവിലെ പ്രീമിയർ ചെയ്യുന്ന 7 മണിക്കാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ്. അതാണ്. അപ്പൊ അത്രയും ചോദ്യങ്ങൾ മാത്രമേ സീക്വൻസ് ആൻഡ് സീരീസിൽ വന്നിട്ടുള്ളൂ. അപ്പം വീഡിയോ അത്യാവശ്യം ലെങ്തുള്ള വീഡിയോ ആയി മാറി എന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പം JEE മെയിനും ഇതേ കോൺസെപ്റ്റുകൾ തന്നെയാണ്. JEE മെയിനിൽ വരുന്ന ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞാല് സീരീസ് എക്സ്പാൻഷൻസ് അറിഞ്ഞിരിക്കണം. അതായത് E പവർ എക്സിന്റെ ഒക്കെ എക്സ്പാൻഷൻസ് ഉണ്ട്. ഈ നമ്മൾ കാണുന്ന ഈ അല്ല, ശരിക്കും അത് വേറൊരു തലത്തിലുള്ള ആളാണ്. E പവർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial. അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ഇതേപോലെ sin x നും ഉണ്ട് എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻസ് എങ്ങനെ ഓർത്തിരിക്കും? അതിനൊരു ഐഡിയ, അതാണ് ടെയ്ലർ സീരീസ് അല്ലെങ്കിൽ മക്ലോറിൻ സീരീസ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു പരിപാടി. f of x എന്നൊരു പോളിനോമിയലിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് f of 0 by 0 factorial plus f dash of 0 into x by 1 factorial plus f double dash of 0 into x square by 2 factorial. അങ്ങനെ ഇട്ടാ മതി. ഓക്കെ, ഇത് വെച്ചിട്ട് ഇനി ഏത് ഇതിന്റെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ sin x ന്റെ വേണമെന്ന് വിചാരിച്ചോ. sin x അതാണ് നമ്മുടെ f of x ഈക്വൽ ടു f of 0 എത്ര ഉണ്ട്? sin 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. പ്ലസ് cos 0 1 x by 1 factorial plus cos ന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ 0 0. പിന്നെ വരുന്ന മൈനസ് സൈനിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് കോസ്. അപ്പൊ ഇവിടെ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. പിന്നെ പ്ലസ് എക്സ് പവർ 5 ബൈ 5 ഫാക്ടോറിയൽ എന്ന് കിട്ടും. പിന്നെ മൈനസ് എക്സ് പവർ 7. അങ്ങനെ ഇതേപോലെ കോസ് എക്സും ടാൻ എക്സും എല്ലാം തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഒരു ഐഡിയ. അപ്പൊ ഇത് വെച്ചിട്ട് പല ചോദ്യങ്ങളും JEE അഡ്വാൻസ്ഡിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് ഓർത്തിരിക്കുക. പറ്റുമെങ്കിൽ ഈ സീക്വൻസുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക, സൈൻ എക്സിന്റെ E പവർ എക്സിന്റെ ഒക്കെ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.